കിസ്മത്ത് രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മനസ്സിൽ വിജയ് ദേവർകൊണ്ടേ സ്മരിച്ചുകൊണ്ട് പാടിത്തകർത്ത് സാവധാനം വണ്ടി ഓടിച്ചു. അവളുടെ കുട്ടിയുടെ അടുത്ത് അവളെ ഇറക്കി. ഹെൽമെറ്റ് വെച്ച് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തൊരു സ്മൈൽ പോലും തരാതെ അവൾ എന്നെ പാസ് ചെയ്ത് പോയി. ഞാൻ ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവൾ തിരിച്ചു വന്ന് എന്റെ തൊട്ടടുത്ത് വണ്ടി നിർത്തി. താങ്ക്സ് ഫോർ എവറിത്തിങ്, ഞാൻ വിളിക്കാം, ഓക്കെ ബൈ. അതും പറഞ്ഞ് അവൾ പോയി. സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി ദിലീപേട്ടന്റെ ചളിക്കുത്ത് മാങ്ങപറി സ്റ്റൈൽ 2 ഡാൻസ് സ്റ്റെപ്പ് ഇട്ട് റോഡിലൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കുന്ന കണ്ടപ്പോൾ മെല്ലെ അവിടുന്ന് സ്കൂട്ടായി. ഉമ്മമാനോടും പാറുവിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവരും ഹാപ്പി. പാത്തുവിനെ അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വരട്ടെ, നോക്കാം. ഇന്നത്തെ സംഭവത്തിന് ശേഷം ഓഫീസിലിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ് ആകുന്ന പോലെ അവന്റെ ഓർമ്മകൾ മാത്രം എപ്പോഴും മനസ്സ് തന്നെ ചതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഒരു ബോയ്സിനെ പോലും വിശ്വസിക്കില്ലെന്ന് അടിവരയിട്ട് എന്നെ പഠിപ്പിച്ച മനസ്സ് തന്നെ എന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന് സംശയം. ഇല്ല, ഒരിക്കലും അങ്ങനെ പാടില്ല. ഒന്നുമില്ലെങ്കിൽ അവൻ എന്നെക്കാളും 3 വയസ്സിന് ചെറുതാണ്. ഒരനിയനോട് തോന്നേണ്ട സ്ഥാനം മാത്രം മതി, അതിലപ്പുറം ഒന്നും പാടില്ല. വൈകിട്ട് വീട്ടിൽ വന്നിട്ടും ഒരു വല്ലാത്ത മിസ്സിങ്. അവന്റെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും വീണ്ടും വീണ്ടും ക്ഷണിക്കാത്ത അതിഥിയായി കടന്നു വരുന്നു. ഇതെന്ത് അസുഖമാവോ? കണ്ണിൽ 2 മുറുക്കി അടച്ച് അജാസിനോടുള്ള പക മുഴുവൻ മനസ്സിലേക്ക് ആവായിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരത്തെ ഇറങ്ങി ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയുടെ റൂമിനടുത്ത് നിന്നപ്പോൾ ഫെബിൽ അവിടെയുണ്ട്. അവളോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. അവൾ ഏറെ ഹാപ്പിയാണെന്ന് കണ്ടാലറിയാം. അവനെ കണ്ടപ്പോൾ അറിയാതെ മനസ്സിലെവിടെയോ ഒരു വൈബ്രേഷൻ അടിച്ചുവോ. ഹാർട്ട് പതിവിലും ശക്തിയായി വേഗത്തിൽ മിടിക്കുന്നുണ്ട്. ആ മോളെ ഇപ്പോൾ വന്നു. ഞാൻ ക്യാൻറ്റീനിൽ പോയതായിരുന്നു. മോളെ അടുത്ത് ഈ മോൻ നിന്നോളാന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി. കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു. മോളിരിക്കേ. ആ ചേച്ചി ഒരു സ്റ്റീൽ പാത്രം കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കയറിക്കൊണ്ട് എന്നോട് പറഞ്ഞു. അതുവരെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അവൻ എന്നെ കണ്ടതും എഴുന്നേറ്റ് എന്നെ നോക്കി ഒരു കണ്ണിറുക്കി ചിരിച്ചു. ഞാൻ പെട്ടെന്ന് ഓട്ടം മാറ്റി. എന്നാലും ഇറങ്ങട്ടെ ചേച്ചി, പിന്നെ വരാം. അവൻ പോയതും ഞാൻ അവൾ അടുത്തു പോയിരുന്നു. അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. കയ്യിലുള്ള ഫ്രൂട്ട്സ് പൊതി അവിടെ വെച്ചു. മോൾ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചേ? ആ മോൻ ഒരുപാട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയണമെന്നറിയില്ല. ആരോരില്ലാത്ത ഞങ്ങൾക്ക് ദൈവം കൊണ്ടുവന്നാ നിങ്ങൾ. ചേച്ചിക്ക് അറിയാൻ തുടങ്ങി. ദേ ചേച്ചി, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഈ വഴി വരില്ല കേട്ടോ. കണ്ണുകൊടുക്ക്. എനിക്ക് അറിയുന്നവരെ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് വന്ന് നോക്കിയോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ. 2 ദിവസം കൂടെ നോക്കി ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. കണ്ണീരൊടച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു. ചക്കരമോളെ പേരെന്താ? ചോദിക്കാൻ ഈ ചേച്ചി മറന്നു. എൻ്റെ പേര് മാളവിക എന്നാ. അമ്മ മാളൂന്ന് വിളിക്കും. നേരത്തെ വന്ന ചേട്ടൻ എന്നെ മാളൂസേന്ന് വിളിച്ചു. ഇനി ചേച്ചിനെ എന്താ വിളിക്കുക? കൊഞ്ചിക്കൊണ്ടവൾ ചോദിച്ചു. ഞാനും ആ ചേട്ടനെ പോലെ മാളൂസേന്ന് വിളിക്കാം കേട്ടോ. എൻ്റെ മാളൂസിന് വേദനിക്കുന്നുണ്ടോ അപ്പോൾ? ഇല്ലാലോ. ആ ചേട്ടൻ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നു. ആ കഴിച്ചപ്പോൾ മാളൂവിൻ്റെ വേദനയൊക്കെ മാറി. അവളുടെ ഓരോ വാക്കുകളിലും അവനോടുള്ള സ്നേഹം നിറഞ്ഞിരുന്നു. അതുപോലെ എൻ്റെ മനസ്സിലും സ്നേഹം തോന്നുന്നുവോ? മാളുവിൻ്റെ അച്ഛൻ അവളെ ചെറുപ്പത്തിൽ ഇവർ ഉപേക്ഷിച്ചു പോയതാ. വീട്ടുകാരെ ഉപേക്ഷിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ചേച്ചിയും ചേട്ടനും. അതുകൊണ്ട് തന്നെ ഇപ്പൊ വീട്ടുകാരുമില്ല, കെട്ടിയവനുമില്ല. ആ ചേച്ചി ഓരോന്നും പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു. ബില്ല് മുഴുവൻ പേ ചെയ്ത് ഫെബിലായിരുന്നു. അവനിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. അന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വരച്ചുകൊണ്ട് വന്നവൻ ഇപ്പോഴെന്താവശ്യത്തിന് മുന്നിൽ തന്നെയുണ്ട്. ഇതൊക്കെ തന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. രാത്രി ഫുഡ് കഴിച്ച് കുറച്ചു നേരം ബാൽക്കണിയിൽ പോയിരുന്നു. നമ്മുടെ കച്ചറ ടീംസുമായി സംസാരിക്കുമ്പോഴാണ് പാറു വിളിക്കുന്നത്. അവൾ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ 3 ഹാപ്പി. അപ്പം ഇനി 2 ദിവസം അടിച്ച് വിളിക്കാം. നാളത്തെ ദിവസവും സ്വപ്നം കണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയി. എന്നെ കാത്തിരിക്കുന്ന ആപത്തുകൾ അറിയാതെ പതിയെ ഞാനും മയക്കത്തിലേക്ക്. ഫ്രണ്ട്സുമായി പതിവുള്ള സൊറവറയിലും മറ്റും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പതിവ് പോലെ 1 മണി കഴിഞ്ഞിരുന്നു. ഉമ്മയുണർത്ത് ആ റൂമിൽ കയറി. ഈ നേരത്തെ എന്നെ കണ്ടാൽ മമ്മിയിലെ നാഗവല്ലി പുറത്തിയാടും. വെറുതെ വഴിയെ പോകുന്ന വയ്യാവല്ലിയുടെ തലയിൽ വെക്കണ്ടല്ലോ. ഫ്രഷായി വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ പാറുവിൻ്റെ കുറേ മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്തു. വോയിസ് മെസ്സേജാണ് എല്ലാം. നാളെ ആയുഷിന്റെ ബർത്ത്ഡേ ആണെന്നും അവൾ വൈകിട്ട് വരുന്നുണ്ടെന്നും അവളെ പിക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിനോട് വരണമെന്നും ഇത് ദിവസം അറിയേണ്ടെന്നുമാണ് ആ മെസ്സേജുകളിലെ ചുരുക്കം. അത് വിളിച്ചു. അപ്പം നാളെ എനിക്ക് എൻ്റെ ഇഷ്യൂവിനെ കാണാൻ പോവാം. പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. പക്ഷെ എന്ത് വാങ്ങിക്കും? അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണാവും? പെട്ടെന്നാണ് ആ ഐഡിയ എൻ്റെ തലയിൽ ഉദിച്ച്. നാളെയാണ് വൈഷ്ണവിൻ്റെ സ്റ്റേജ് ഷോ. അവളെയും കൊണ്ടുപോവാം. പണ്ടത്തെ പാട്ടുകാരിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ഇതിൽ നല്ലൊരു ചോയ്സ് വേറെയില്ല. അപ്പൊ തന്നെ വൈശുവിനെ വിളിച്ചെല്ലാം ഏർപ്പാട് ചെയ്തു. അവന് ഒരുപാട് വൈകിട്ട് എത്തുമെന്നാണ് പാറു പറഞ്ഞ്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തു. വിളിക്കാൻ വരണ്ട, ഫ്രണ്ട് വീട്ടിലെത്തിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കുള്ള ഫുഡ് റെഡിയാക്കാൻ തുടങ്ങി. നിത്യയും ശോശാമയും ക്ലാസ് കഴിഞ്ഞ് എത്തിയില്ല. ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ബോർ ഏർപ്പാടായതുകൊണ്ട് ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫുൾ സൗണ്ടിൽ സോങ് പ്ലേ ചെയ്ത് ഞാൻ പണി തുടങ്ങി. ആയിഷയ്ക്ക് വേണ്ടി ചെറിയ ഗിഫ്റ്റ് വാങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കറക്റ്റ് ടൈമിൽ തന്നെ പാറു ലാൻഡ് ചെയ്തു.
പാറുവിന്റെ നിർദ്ദേശപ്രകാരം ഡബിൾ ലെയർ ചോക്ലേറ്റ് കേക്ക് ഓർഡർ ചെയ്തിരുന്നു. അത് വാങ്ങിച്ച് ഞങ്ങൾ ഐഷാന്റെ വീട്ടിലേക്ക് തിരിച്ചു. സമയം 5 ഉള്ളൂ. ഡോർ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. അനക്കൊന്നുമില്ലല്ലോ, ഇവളിവിടെ ഇല്ലേ? അപ്പോഴാണ് കിച്ചന്റെ ഭാഗത്തു നിന്നും മധുരമായ ശബ്ദത്തിൽ ഒരു റൊമാൻറ്റിക് സോങ് ഒഴുകിയെത്തിയത്. ശബ്ദം ഉണ്ടാക്കല്ലേ, അവൾ അടുക്കളയില, കമോൺ. ഞങ്ങൾ പതിയെ ഡോറിനടുത്തെത്തി. അകത്തേക്ക് ഏന്തി വലിഞ്ഞ് നോക്കി. ഞങ്ങൾ വന്നോ സംസാരിച്ചോ ഒന്നും കക്ഷി അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയാ? 2 ചെവിയിലും തിരികെ വെച്ച് ഫുൾ സൗണ്ടിൽ പാട്ടും വെച്ച ആറ്റം ബോംബ് വീണാലും ഒരു കുലുക്കം ഉണ്ടാവില്ല. ആളൊരു സ്റ്റൂളിൽ കയറി നിന്ന് മേലത്തെ ഷെൽഫിൽ നിന്നതോ തിരയുകയാണ്. പാട്ട് കേൾക്കുന്നതിനൊപ്പം കൂടെ അതിമനോഹരമായി പാടുന്നുമുണ്ട്. പെട്ടെന്ന് അവളുടെ കാല് തെറ്റി കയ്യിലിരുന്ന ടിന്നുമായി പുറകിലേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് അവളെ താങ്ങി. ഭാഗ്യം അവളുടെ അരയിൽ പിടുത്തം കിട്ടി. പക്ഷെ കയ്യിലിരുന്ന ബോക്സിൽ നിന്നും അരിപ്പൊടി പോലത്തെ വൈറ്റ് പൗഡർ മുഴുവൻ എൻ്റെ തലയിൽ വീണു. ആകെ പൊടിയിൽ കുളിച്ച് നിൽക്കുന്നു. എൻ്റെ കൈ 2 അവിടെ അരഭാഗത്ത് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അവളാണെങ്കിലോ കൈപ്പത്തി കൊണ്ട് എൻ്റെ ഷോളിൽ മുറുക്കെ പിടിച്ച് കണ്ണടച്ച് എൻ്റെ മുഖത്തിൽ നേരെ അവിടെ മുഖം വരാത്ത രീതിയിൽ സ്കൂളിൽ നിൽക്കുകയാണ്. അവളുടെ ഓരോ നിശ്വാസവും എൻ്റെ കവിളിൽ തട്ടിത്തലോടുന്ന് ഞാൻ ആസ്വദിച്ചു. ഹൃദയം പടപടാമിടിക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ. പാറുവിൻ്റെ പൊട്ടിച്ചിരി കേട്ടപ്പോൾ പെട്ടെന്ന് സ്ഥലകാലബോധം വന്ന ഞാൻ വേഗം അവിടെ അരയിൽ നിന്നും കൈമാറ്റി. കിളി പോയി നിൽക്കുന്ന അവളെ താഴെ ഇറക്കി. പൊടിയിൽ കുളിച്ച് നിൽക്കുന്ന എന്നെയും കേക്കും കയ്യിൽ പിടിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന പാറുവിനെയും അവൾ മാറി മാറി നോക്കി. അവസാനം നോട്ടം എന്നിൽ തന്നെ നിർത്തി. എൻ്റെ കോലം കണ്ടിട്ട് രണ്ടും കൂടി ചിരിയോട് ചിരി. എനിക്ക് ഇതന്നെ വേണം. സഹായിക്കാൻ പോയതല്ലേ, ആട് വീണ്ടെടുന്നോട്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. ഒടുക്കം ചിരി നിർത്തി അവൾ എനിക്ക് ബാത്റൂം കാണിച്ചു തന്നു. കാറിൽ എൻ്റെ ഡ്രസ്സ് ഇരിപ്പുണ്ട്. ഇടയ്ക്ക് ഫ്രണ്ട്സുമായി കറങ്ങാൻ പോകാറുള്ളതുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും അതിൽ കാണും. പാറുവിനോട് പറഞ്ഞത് എടുപ്പിച്ചു. ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും റൂംമേറ്റ്സും പിള്ളേരും എത്തി. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അവൾ വിഷ് ചെയ്തു. ഫുഡ് കഴിച്ച് ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ആൾക്ക് വൈഷ്ണവിൻ്റെ പ്രോഗ്രാം പാസ് നൽകി. അതുകണ്ടത് അവളുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി നന്ദിയോടെ എന്നെ നോക്കി. പക്ഷെ അതേ സെക്കൻഡിൽ തന്നെ അവളുടെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞു വന്നു. ഏയ് കൂൾ, കഴിഞ്ഞു. അതാലോചിച്ച് കരഞ്ഞുകൊണ്ട് ഇന്ന് കേട്ടോ. ചില കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയുള്ള ജീവിതം എങ്ങനെ മനോഹരമാക്കാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്യുക. ഞങ്ങളൊക്കെ കൂടെയിലിടോ. അവൾ ആത്മവിശ്വാസത്തോടെ എന്നെ നോക്കി. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ആ മനസ്സറിയെ. ഞാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. നീ റെഡിയായി വാ, പാറുവിനോടും പറ 9 മണിക്കാണ് ഷോ, അപ്പോഴേക്കും അങ്ങ് എത്തണം. അവൾ പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പോയി. ഞാൻ താഴെ കാറിൽ പോയിരുന്നു. 9 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ലാർക്ക് ഹോട്ടലിൽ എത്തിയിരുന്നു. വൈഷ്ണവിനെ വിളിച്ചവൾ പെട്ടെന്ന് അവൻ പുറത്തെത്തി. ഞാൻ അവൻ്റെ ചെവിയിൽ ആരും കേൾക്കാതെ ഒരു കാര്യം പറഞ്ഞു. ഓക്കേടാ, ഞാൻ ചെയ്യാം. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഞങ്ങളോട് അകത്ത് കയറാൻ പറഞ്ഞ് അവൻ റെഡിയാകാൻ പോയി. ഞാൻ ഐഷാനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടെന്തോ തിരിച്ചു കിട്ടിയ കുട്ടികളെ പോലെ വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോയിക്കൊണ്ട് നടക്കുകയാണ് അവൾ. പാറുവിന് പിന്നെ ഇതൊന്നും വലിയ പുത്തരിയില്ലാത്തതുകൊണ്ട് നിർത്താതെ സംസാരിച്ചുകൊണ്ടാണ് നടപ്പ്. ഞങ്ങൾ സ്റ്റേജിന് മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഷോ തുടങ്ങി. മാഷപ്പ് സോങ്സ് ആയിരുന്നു. ആദ്യം വലിയ ആവേശമൊന്നുമില്ലാതെ നിന്ന ഐഷ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ട്രാക്കിൽ കയറി. കൂടെ പാടാനും കൂവി വിളിക്കാനും തുടങ്ങി. ഇതിനിടയ്ക്ക് വൈഷ്ണവിനോട് ഞാൻ ഓക്കെയിൽ നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ യെസ് എന്ന് പറഞ്ഞു. അവൻ കൂടെയുള്ളവരുടെ എന്തോ പറഞ്ഞു മൈക്കെടുത്ത് ഐഷാനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു. അത് കേട്ടത് അവളാകെ പരിഭ്രമത്തോടെ എന്നെ നോക്കി. എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പാറു അവളെ തള്ളി സ്റ്റേജിലേക്ക് കയറ്റി. എല്ലാവരും അവളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വൈഷ്ണവ് അവൾക്ക് ധൈര്യം നൽകി പാടാൻ പറഞ്ഞു. കണ്ണടച്ച് കൈ 2 ഡ്രസ്സിൽ മുറുകെ പിടിച്ച് അവൾ പാടാൻ തുടങ്ങി. ആഷിഖി 2 സോങ് അവളുടെ ശബ്ദത്തിൽ ചെറിയ പശ്ചാത്തല സംഗീതത്തോടെ അവിടെ ആകെ ഒഴുകിയെത്തി. എങ്ങും നിശബ്ദത. പാടിക്കഴിഞ്ഞതും നിറഞ്ഞ കയ്യടികളോടെ അവളെ അവർ സ്വീകരിച്ചു. അപ്പോഴേക്കും വൈശു അടുത്ത പാട്ട് പാടി. അതിൻ്റെ ബാക്കിയെന്നോണം അവളും. മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്തു. മണിക്കൂറുകളോളം അവൾ സ്റ്റേജിലെല്ലാം മറന്നു നിന്നു. അത്രയ്ക്ക് അവളത് ആസ്വദിക്കുന്നുണ്ട്. പഴയ ആ ചുമ്മ എനിക്ക് തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞ് പാറു എന്നെ പിടിച്ച് കരച്ചിലോട് കരച്ചിൽ. ഒടുക്ക അവളെ സമാധാനിപ്പിച്ച് ഞാൻ അവിടെയുള്ളൊരു ചെയറിലിരുത്തി. ഞാൻ ഐഷക്കരികിലേക്ക് പോയി. സ്റ്റേജിൽ നിന്നിറങ്ങി അവൾ ഓടി വന്നു. സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. കരയട്ടെ, ഇതുവരെ അടക്കി വെച്ചെല്ലാം കണ്ണീര് കൊണ്ട് മായിഞ്ഞു പോവട്ടെ. ഇതെന്ത് കഷ്ടമാണ് നോക്കണേ. പാട്ടുകാരിയാണോ കരയേണ്ടത്? ഇത്രയും നേരം അത് കേട്ട് സഹിച്ചെന്ന് ഞങ്ങളല്ലേ കരയേണ്ടത്? രംഗവും തണുപ്പിക്കാൻ ചുമ്മാ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു. പോടാ, അത്രയ്ക്ക് ബോറായി നിന്റെ പാട്ട്. എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞ. ഇനി അതും പറഞ്ഞ എന്റെ വെക്കിട്ട് കയറണ്ട. അവളെടെ അവിടെ ഉണ്ട് തൂസ്. പാടി സന്തോഷം കൊണ്ട് കരഞ്ഞിരിക്കുക. പാറു പോയി സമാധാനിപ്പിക്കുക. അവൾ കണ്ണു തുടച്ച് പാറുവിനടുത്തേക്ക് പോയി. 12 മണിയായപ്പോഴേക്കും ഷോ കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങി. തിരിച്ച് കാറിൽ പോകുമ്പോൾ വഴിക്ക് വെച്ച് വണ്ടി പണി തന്നു. എത്ര സ്റ്റാർട്ടാക്കിയിട്ടും നോ രക്ഷ. ഒടുക്കെ ഏതെങ്കിലും വണ്ടി പിടിച്ച് പോകാന്ന് കരുതി പുറത്തിറങ്ങി. അവളുമാരെന്നെ കൊല്ലുന്ന നോട്ടം നോക്കുന്നുണ്ട്. ഇനിയും കാത്തുന്നാൽ അവരുടെ ജീവനെടുക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് വേഗം കാണുന്ന വണ്ടിക്കൊക്കെ കൈകാട്ടി നോക്കി. ആരും നിർത്തുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൈഷ്ണവ് ആ വഴി വന്നു. അവൻ്റെ ബൈക്കാണുള്ളത്. പാറു നൈസായിട്ട് ഞങ്ങൾ നോക്കി ആക്കി ചിരിച്ച് അവൻ്റെ കൂടെ പോയി. നമുക്ക് നടന്നാലോ?
അവൾ ചോദിച്ചപ്പോൾ ഞാൻ ഡബിൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴും മൗനം ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഹൗ ഇസ് ദിസ് ഡേ? ഡൂയിനോ, ഞാനിന്ന് എത്ര സന്തോഷിച്ചെന്നറിയോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നൊരു ഡേ. എനിക്ക് കിട്ടിയ ബെസ്റ്റ് മെമ്മറീസ് ഒരു പക്ഷേ ഇതായിരിക്കും ഈ ബർത്ത്ഡേ. എനിക്ക് സ്പെഷ്യലായി. താങ്ക്സ് ഫോർ എവറിത്തിങ്. നീ എന്തോ എനിക്ക് അത്ഭുതമാണ് ഫെബിൻ. എൻ്റെ ആരൊക്കെയാണെന്ന തോന്നല് ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഐഷ, 1 മിനിറ്റ്. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്ത് അത് ഓപ്പൺ ചെയ്ത് റിങ് പുറത്തെടുത്തു. അവൾ നേരെ മുട്ടുകുത്തി നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി. ആ നടു റോട്ടിൽ വെച്ച് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. ഐ ലവ് യു ഐഷ. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് ഐഷ. നീ ഇല്ലാതെ ഇനി എനിക്ക് കഴിയില്ല ഐഷ. ഇനിയുള്ള ജീവിതത്തിൽ എൻ്റെ കൂടെ എൻ്റെ ജീവൻ്റെ പാതിയായിട്ട് വരാമോ നീ? വിൽ യു മാരി മീ ഐഷ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.